ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ 1650 GTX 1650 എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വളരെ വില കുറഞ്ഞ് ലഭിക്കുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ് 1650. അത്യാവശ്യം നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്ന ഒരു ഗ്രാഫിക്സ് കാർഡും കൂടിയാണിത്. വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഗെയിമിംഗ്, സ്ട്രീമിംഗ് തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ആദ്യം പറയാം, അതിനുശേഷം ഇതിൻ്റെ ദോഷങ്ങളെ കുറിച്ച് പറയാം. ഏകദേശം മാർക്കറ്റിൽ ഇപ്പം ഇതൊരു 15 ആ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. 15,000-നുള്ളിൽ നിങ്ങൾക്കിത് കിട്ടും. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ അതിനേക്കാളും വില കുറഞ്ഞ് കിട്ടും, നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കാലം മുമ്പ് ഗ്രാഫിക്സ് കാർഡിന് വളരെയധികം റേറ്റിൻ്റെ സമയത്ത് ഇതിൻ്റെ റേറ്റ് നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു. 20,000-ന് മുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 13, 12, 10 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു 10-നും 15-നും ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രഷ് പീസ് തന്നെ ലഭിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ പറയാം. ഒന്നാമത്, ഈ ഗ്രാഫിക്സ് കാർഡ് ഇത് ഒട്ടുമിക്ക എല്ലാ കമ്പ്യൂട്ടറിലും സപ്പോർട്ട് ചെയ്യും. ഇത് വർക്ക് ചെയ്യുന്നത് PCI Express 3.0x16 എന്ന് പറയുന്ന ആ സ്ലോട്ടിലാണ്. അതായത് ബേസിക്കായിട്ട് വരുന്ന സ്ലോട്ടാണ് PCI Expressൻ്റെ. എല്ലാ കമ്പ്യൂട്ടറിലും സപ്പോർട്ട് ചെയ്യും. കൂടാതെ പ്രത്യേകിച്ചിട്ട് ഒരു പവർ കോഡോ അല്ലെങ്കിൽ പവർ കേബിളിൻ്റെ ആവശ്യമൊന്നും ഇതിനില്ല. ജസ്റ്റ് പ്ലഗ് ചെയ്യാം, ഇത് വർക്ക് ചെയ്തോളും. രണ്ടാമത് ഗുണം, ഇതിൽ 2 HDMI പോർട്ട് ലഭിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരേ സമയത്ത് 2 മോണിറ്റർ ഇതിൽ കൊടുക്കാൻ പറ്റും. 2 അല്ല 3 കൊടുക്കാം. കാരണം 2 HDMI പോർട്ടും കൂടാതെ ഒരു ഡിസ്പ്ലേ പോർട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡുവൽ ഫാൻ വരുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ്. 2 ഫാൻ വരുന്നുണ്ട്. ഡുവൽ ഫാൻ വരുന്നൊരു ഗ്രാഫിക്സ് കാർഡാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഇനി ഇതിൻ്റെ മറ്റുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അതിനുമുമ്പ് ഇത് ആർക്കൊക്കെ നന്നായിട്ട് പറ്റും. അതായത് ജസ്റ്റ് നിങ്ങൾ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ആൾക്കാർ, ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ സത്യമായ ഗ്രാഫിക്സ് കാർഡിന് അത്ര ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ കൂടുതലായിട്ട് ഇമേജുകൾ നിങ്ങൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഉപകാരപ്പെട്ടേ. കാരണം വലിയ PNG ഫയലൊക്കെ സേവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സമയം ഇത് ലാഭിച്ചു തന്നേക്കാം. ഇത് മെയിനായിട്ട് ഉപകാരപ്പെടുന്നത് വെച്ചാൽ 3 വിഭാഗം ആൾക്കാർക്കാണ്. ഒന്ന് ഗെയിമേഴ്സ്, 2 ഗെയിമിംഗ് സ്ട്രീമിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക്, മൂന്നാമത്തെ വിഭാഗമാണ് വീഡിയോ എഡിറ്റിംഗ്. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് ഫസ്റ്റ് നമുക്ക് കിടക്കാം. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴത്തെ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം വീഡിയോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങിൽ പ്രധാനമായിട്ടും ബേസ് ചെയ്യുന്നത് 3-4 കാര്യങ്ങളുണ്ട്. ആദ്യം സിസ്റ്റം പറയാം. സിസ്റ്റത്തിൽ തന്നെ CPU ആൻഡ് RAM. അതിൽ പ്രൊസസ്സറും റാമും നമ്മൾ നോക്കാറുണ്ട് അധികം. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് i7-ൻ്റെ 8700 എന്നിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. RAM 16 GB മാത്രമേ ഉള്ളൂ, 8 GB 2 സ്റ്റിക്ക്. രണ്ടാമത് നോക്കുന്ന കാര്യമാണ് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ്. ഇത് GTX 1650. ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യം നോക്കുമ്പോൾ AMDയുടെയും അതുപോലെ തന്നെ NVIDIAയുടെയും 2 ഗ്രാഫിക്സ് കാർഡുകളാണ്. അപ്പോൾ NVIDIAയിൽ പ്രത്യേകിച്ചിട്ട് ഈ വീഡിയോ എഡിറ്റിങ്ങിനുള്ള കോറുകൾ, CUDA കോഴ്സ് എന്ന് പറയും, അതും എൻ്റെ എൻകോഡിംഗ് ഒക്കെ ഇതിൽ നല്ലോണം സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഗെയിമേഴ്സിനും സ്ട്രീം ചെയ്യുന്ന ആൾക്കാർക്കും വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ഇത് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു കാർഡാണ്. അപ്പോൾ ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CUDA കോഴ്സ് തന്നെയാണ്. CUDA കോഴ്സ് എത്രത്തോളം കൂടുന്നോ അത്രയും നമ്മൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. കോഴ്സ് അവരുടെ വ്യക്തികളാണെന്ന് വിചാരിച്ചാൽ, അപ്പം ആൾക്കാരുടെ എണ്ണം കോഴ്സ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഇവർ പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കും. ഇതിൽ ഏകദേശം ഒരു 800 ആ റേഞ്ചിലാണ്, താഴെ 800-ൻ്റെ അടുത്താണ് ഇതിൽ CUDA കോഴ്സ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, നിങ്ങളുടെ സിസ്റ്റത്തിൽ വീഡിയോ എഡിറ്റിംഗിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ലഭിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ സോണി വെഗാസിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീരെ സ്പീഡ് നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള ഡാവിഞ്ചി റിസോൾവ്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയറും കൂടിയാണ് ഡാവിഞ്ചി. അതിൻ്റെ പെയ്ഡ് വെർഷൻ കൂടി ഉണ്ട്, എന്നാൽ അതിൻ്റെ ഫ്രീ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡാവിഞ്ചി റിസോൾവിൽ നിങ്ങൾ വീഡിയോ കോഡാക്ക്, അപ്പം നിങ്ങൾക്ക് അറിയാം വീഡിയോ നമ്മൾ ഒരു കോഡാക്ക് എന്ന് തന്നെ പറയാം, അത് വെച്ചിട്ടാണ് വീഡിയോ റെൻഡർ ചെയ്യാറ്. അപ്പോൾ 264-ൽ നിങ്ങൾ റെൻഡർ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. കാരണം ഇതിന് അത്ര പവർ ഇല്ലാത്തൊരു ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് കുറച്ച് സ്ലോയിലാണ് വർക്ക് ചെയ്യുക. ഈ 264-ൽ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം 100% പ്രൊസസ്സർ ഉപയോഗിക്കും. അതിൽ തന്നെ ഒരു 35-40% മാത്രമേ GPU ഉപയോഗിക്കൂ. പക്ഷേങ്കിൽ ഡാവിഞ്ചി റിസോൾവിൻ്റെ പുതിയ വേർഷനായിട്ടുള്ള ഡാവിഞ്ചി റിസോൾവ് 18.2 ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് 265 കോഡാക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ക്വിക്ക് എക്സ്പോർട്ടിലോ അല്ലെങ്കിൽ
റെൻഡർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ കൊഡാക്ക് 265 സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ റെൻഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 264 വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും 5-6 ഇരട്ടി സ്പീഡ് കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും. അത് മാത്രമല്ല CPU യൂസേജ് 100% നിന്ന് ഒരു 38-40 50-നുള്ളിലായിരിക്കും ഉപയോഗിക്കുക. പക്ഷേ ഗ്രാഫിക്സ് കാർഡ് 97 അതുപോലെ തന്നെ 97 100 ആ റേഞ്ചിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോസ് റെൻഡർ ചെയ്യാം. ഞാൻ എൻ്റെ ഈ ചാനൽ മാത്രമല്ല, എനിക്ക് വേറെയും ചാനലുണ്ട്. അപ്പം അതിൽ ഈ ഇംഗ്ലീഷിൽ വീഡിയോസ്, അതായത് ഹൗ ടു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെറ്റിങ്സുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം 1000-ലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടൊരു ഗ്രാഫിക്സ് കാർഡാണിത്. പക്ഷേങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് കുറച്ചും കൂടി, അന്ന് എൻ്റെ കയ്യിൽ തീരെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. പക്ഷേ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മദർ ബോർഡ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള PC എക്സ്പ്രസ് 4.0 സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ RTXൻ്റെ 3050 എടുക്കുന്നതായിരിക്കും. കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് RTX 3060 എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ. അതിനൊരു 35 ആ റേഞ്ച് ഉണ്ടാവും. 35-40-നുള്ളിൽ നിങ്ങൾക്ക് ആ കാർഡ് കിട്ടും. 3060 3050ക്ക് റേറ്റ് പിന്നെയും കുറയും. ഒരു 25-30-നുള്ളിൽ നിങ്ങൾക്കത് ലഭിക്കും. അതിലും വില കുറവാണ്. ഒരു 10-15 അതിനുള്ളിൽ നിങ്ങൾക്ക് ഫ്രഷ് പീസ് കിട്ടും. വലിയ പ്രശ്നം, നിങ്ങൾ ചെറിയ തരത്തിലുള്ള യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് ബെറ്ററാണ്. അല്ലാതെ കാണും പറയും നിങ്ങൾക്ക് ജസ്റ്റ് ഗെയിം മാത്രം കളിക്കണം എന്ന് വിചാരിച്ചോ, അതായത് GTA 5, PUBG PC തുടങ്ങിയ ഗെയിമുകൾ ജസ്റ്റ് കളിക്കുക മാത്രം, റെക്കോർഡ് ചെയ്യാനോ സ്ട്രീം ചെയ്യാനോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ HD 1080 പിക്സൽ അതിൽ ഒരു മീഡിയം സെറ്റിങ്സിൽ നല്ല വൃത്തിയിൽ ഗെയിം കളിക്കാം. പ്രത്യേകിച്ച് ലാഗും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരേ സമയത്ത് നിങ്ങൾ ഗെയിം കളിച്ച് അത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിലിടാനോ അല്ലെങ്കിൽ ഒരേ സമയത്ത് ഗെയിം കളിച്ചുകൊണ്ട് സ്ട്രീം ചെയ്യാനോ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ചും കൂടി നല്ലതെടുക്കാം. തീരെ ബജറ്റില്ല, RTX 3050 നിങ്ങളെ മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് അത്ര ബജറ്റും ഇല്ല എങ്കിൽ കുറഞ്ഞത് ഒരു GTXന് തന്നെ 1660 Ti അല്ലെങ്കിൽ സൂപ്പർ 1660 സൂപ്പറോ അല്ലെങ്കിൽ 1660 Tiയോ ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഇതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്ററാണ് അത്. ഏകദേശം ഒരു 1500 അടുക്കൽ കൂടെ കോഴ്സ് ഉണ്ട്. ഇതിൻ്റെ 2 ഇരട്ടി പെർഫോമൻസ് ഇതിൽ ലഭിക്കും. കുറച്ചുകൂടി എല്ലാം കൊണ്ടും ബെറ്റർ കാർഡാണത്. നിങ്ങൾക്ക് ബജറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കാർഡ് എടുക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്കിതിൽ പറയാനുണ്ടായിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന 2 HDMI പോർട്ട്, ജിഗാബൈറ്റിൻ്റെ കാർഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 HDMI പോർട്ടും ഒരു ഡിസ്പ്ലേ പോർട്ടും നിങ്ങൾക്കിതിൽ ലഭിക്കും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.